ഹായ് ഗൈസ്, അപ്പോൾ ഇന്നൊരു സാധനം നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോണേണ്. ആ സാധനം എന്താണെന്ന് നമുക്ക് വീഡിയോയിലൂടെ കാണാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ സാധനം. ഇതെന്താണെന്ന് അറിയണ്ടേ? ഇത് പ്രസ്റ്റീജിൻ്റെ ഒരു ബാർബെക്യൂ ഗ്രില്ലാണ്. ഇത് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. ഏകദേശം ഒരു 2500 രൂപയോളം വിലയുണ്ട്. അപ്പോൾ ഇത് നമുക്ക് അൺബോക്സ് ചെയ്യാം. എത്ര സാധനങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത്? നമുക്ക് ഓരോന്നോരോന്ന് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഗ്രില്ലുണ്ട്, 2 ഗ്രില്ലുണ്ട്, പിന്നെ അതിൻ്റെ ഒരു സ്റ്റാൻഡുണ്ട്, പിന്നെ ഇതൊരു കാറ്റലോഗ്, പിന്നെ ഒരു റെസിപ്പി ബുക്കുണ്ട്. ഒരു ഗ്രില്ലാണ്. ഇത് 50 ഇതിൻ്റെ അകത്താണെന്ന് തോന്നണം മറ്റേ ഇതിട്ട് കൊടുക്കാനെല്ലാം ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു 3 സ്റ്റിക്ക് ഉണ്ട്. ഇതിൻ്റെ ഹാൻഡിലാണ്. ഇതെന്താണ്? ഇത് ലോക്കാണെന്ന് തോന്നുന്നു. എന്താണെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. പിന്നെ ഇതിൻ്റെ ഫിറ്റിങ്സ് ആണ്, സ്ക്രൂ അങ്ങനെയുള്ള സാധനങ്ങൾ. പിന്നെ ഇത് എയർ ഡാമ്പറിൻ്റെ മൂടിയാണെന്ന് നോക്കാം. പിന്നെ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ഐറ്റത്തിൻ്റെ താഴത്തെ ഭാഗം. ഇതാണ് അതിൻ്റെ മുകൾ ഭാഗം. അപ്പോൾ നമുക്കിത് അസംബിൾ ചെയ്യാം അല്ലേ? അപ്പോൾ നമുക്കിതിൻ്റെ ഹാൻഡിൽ കണക്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഹാൻഡിൽ കണക്ട് ചെയ്യാം. ഹാൻഡിൽ ഇതാണ് ഇതിൻ്റെ ഹാൻഡിൽ. നമ്മൾ ഇവിടെ കണക്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ കണക്ട് ചെയ്യേണ്ട സാധനങ്ങളൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ്, ഏതൊക്കെ രീതിയിലാണ്, ഏതൊക്കെ സാധനങ്ങളാണ് കണക്ട് ചെയ്യേണ്ടത് എന്നെല്ലാം കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കി നമുക്ക് ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് ഈ ഹാൻഡിൽ കണക്ട് ചെയ്യുമ്പോഴത്തേക്കും 2 വാഷർ ആദ്യം വരണം. ഇത് ഹീറ്റ് റെസിസ്റ്റൻ്റ് ആണ്, കാരണം ഇതിൻ്റെ അകത്ത് എപ്പോഴും ചൂടടിക്കുന്ന സ്ഥലമാണ്. നമുക്ക് കൈ കൊണ്ട് തന്നെ ടൈറ്റ് ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡാണത്. നമ്മുടെ ഹാൻഡിൽ ഫിക്സ് ആയിട്ടുണ്ട് ഇതിൽ ഫുള്ളല്ലേ. അപ്പോൾ അടുത്ത് നമുക്ക് കണക്ട് ചെയ്യാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇതിൻ്റെ എയർ വെൻ്റാണ്. ഈ എയർ വെൻറ്റിനൊരു മൂടിയുണ്ട്, അതാണ് അടുത്ത സെറ്റ് ചെയ്യേണ്ടത്. നമുക്കത് സെറ്റ് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ എയർ വെൻറ്റിൻ്റെ മൂടി. ഇത് നമുക്ക് ഇവിടെ ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കണം. കറക്റ്റ് ഇത് ആവശ്യം. നമുക്കിങ്ങനെ മൂടിയും വെക്കാം, അതനുസരിച്ച് തുറന്നും വെക്കാം. അത് നമുക്കിത് കണക്ട് ചെയ്യാം. അത് സെറ്റായിട്ടുണ്ട്. ഇതാണ് എൻ്റെ പരിപാടി. ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും തമ്മിൽ കണക്ട് ചെയ്യലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇഞ്ചസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ടോപ്പ് ഭാഗത്തിൽ നമുക്ക് ആ ഇഞ്ചസ് കണക്ട് ചെയ്യാം. ഇഞ്ചസ് കണക്ട് ചെയ്യാനായിട്ട് ഇതാണ് അതിൻ്റെ ഇഞ്ചസ്. അപ്പോൾ 2 ഇഞ്ചസ് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അടുത്ത സാധനം കണക്ട് ചെയ്യാം.
അപ്പോൾ ഇനി നമുക്ക് ഇതാണ് ഇതിൻ്റെ ബോട്ടം പാർട്ടാണ്. ഇതിൻ്റെ അതിന് ഇഞ്ചസ് കാണിക്കാം. അത് നമുക്ക് കണക്ട് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ ഇഞ്ചസ്. അത് നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അടുത്തതാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് എയർ ഡാമ്പർ സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് എയർ ഡാമ്പർ. ഇത് നമുക്ക് ഇതിൻ്റെ അകത്ത് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എയർ ഡാമ്പർ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പുറത്തെ സൈഡിലും കൂടി ഓർമ്മ സെറ്റ് ചെയ്യാനുണ്ട്. അതും കൂടി സെറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ രണ്ട് സൈഡിലും എയർ ഡാമ്പർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഇനി ഇതിൻ്റെ ലെഗ് കണക്ട് ചെയ്യാം. ലെഗ് നമുക്ക് കണക്ട് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ ലെഗ്. ചെറിയതാണ്. നമുക്കിത് കണക്ട് ചെയ്യാം. സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇതിങ്ങനെ നമുക്ക് മടക്കി വെക്കാൻ പറ്റിയ ടൈപ്പ്. ഇതെല്ലാം നമ്മൾ മടക്കി വെക്കാം. ആവശ്യമുള്ളപ്പോൾ ഇങ്ങനെ നിവൃത്തി വെക്കും. അപ്പോൾ ഇനി നമുക്ക് ഇത് തമ്മിൽ കണക്ട് ചെയ്യാം. ഈ ഒരു സാധനം വെച്ച് നമുക്ക് കണക്ട് ചെയ്യണം. അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഗ്രില്ല് കണക്ട് ചെയ്യാം. നമ്മളാദ്യം ഈ ഒരു ഗ്രില്ലാണ് ഇതിൻ്റെ അകത്തേക്ക് കണക്ട് ചെയ്യണത്. ഇതിങ്ങനെ കറക്റ്റായിട്ട് ഈ ഹോളിൽ ഇങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുക്കും. ഇത് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഗ്രില്ല് ഇതിൻ്റെ അകത്തേക്ക് കണക്ട് ചെയ്യാം. ഇതിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ അടിയിലാണ് നമ്മൾ കനലിടുന്നത്. അതിനുശേഷം നമുക്ക് കുക്ക് ചെയ്യാനുള്ള ഗ്രില്ല്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബാർബെക്യൂ ഗ്രില്ല് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രസ്റ്റീജിൻ്റെ PPBB02 എന്ന് പറയുന്ന ബാർബെക്യൂ ഗ്രില്ല് എങ്ങനെയാണ് സെറ്റ് ചെയ്യണമെന്ന് നമ്മളിപ്പോൾ കണ്ടത്. നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ തന്നെയാണ്. സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെയാണ്. ഇനി നമുക്കിതെങ്ങനെ യൂസ് ചെയ്യാം എന്നുകൂടി നോക്കണ്ടേ. അപ്പോൾ നമുക്ക് ഇത് വെച്ചിന്ന് ചിക്കനൊക്കെ ഉപയോഗിച്ചൊരു ഗ്രില്ലടിക്കാം. നമുക്ക് അതിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. നമുക്ക് ഗ്രില്ലടിച്ചിട്ട് വരാം. അപ്പം നമ്മൾ മെയിനായിട്ടുള്ള ഒരു സാധനം കാണിക്കാൻ വേണ്ടി വിട്ടുപോയി. ഇതായിരുന്നു ആദ്യം കാണിക്കേണ്ടത്. ഈ ഗ്രില്ല് ഉപയോഗിക്കണമെങ്കിൽ ഈ ഒരു സാധനം ഏറ്റവും അത്യാവശ്യമുള്ള ഒന്നാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്യാം. ഇതാണ് ഐറ്റം. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് കോക്കനട്ട് ഷെൽ ചാർക്കോൾ എന്ന് പറയും. അതായത് ചിരട്ടക്കരി. നമ്മൾ ചിരട്ട കത്തിച്ച് കറി ഉണ്ടാക്കുന്നതിന് പകരം ഫ്ലിപ്കാർട്ടിൽ നിന്ന് 250 രൂപ കൊടുത്തിട്ട് ഒരു പാക്കറ്റ് ചിരട്ടക്കരി മേടിച്ചു. ഇത് 1 കിലോ ഉള്ളത് 1 കിലോന് 250 രൂപയാണ് ഫ്ലിപ്കാർട്ടിൽ വില. നമ്മൾ ചിരട്ട കത്തിച്ചിട്ട് ആ കരി എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മൾ വെറുതെ വാങ്ങിച്ചെന്നുള്ളൂ. അപ്പം ഇനി നമുക്ക് പോയിട്ട് ഗ്രില്ലടിക്കാമല്ലേ. അപ്പോൾ നമുക്ക് ഈ കനലൊക്കെ ഒന്ന് കത്തിച്ച് റെഡിയാക്കിയിട്ട് നമുക്ക് ഗ്രില്ലിൻ്റെ പരിപാടിയിലേക്ക് ഇറങ്ങാം. അപ്പോൾ അതേ നമ്മൾ ഗ്രില്ലടി തുടങ്ങാൻ പോവാണ്. സാധനങ്ങളെല്ലാം കൊണ്ടൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കനൽ കത്തിച്ചെടുക്കാം.
നമ്മൾ കുറച്ച് കനല് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ചിരട്ടിട്ട് കത്തിച്ച് കനലാക്കിയാണ് എടുക്കുന്നത്. മറ്റേത് വിട്ടിട്ടുണ്ട്. അപ്പൊ കനലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ചിക്കൻ ഇനി അതിലേക്ക് വെക്കാൻ വേണ്ടി പോണാണ്. ചിക്കൻ്റെ പീസെല്ലാം ഇതിനകത്ത് വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് അടക്കാം. അപ്പോൾ അതേ നമ്മുടെ ഗ്രില്ല് റെഡി ആയിട്ടുണ്ട്. ബ്രെഡ് ഉണ്ട്. പിന്നെ നമുക്കിത് കഴിക്കാം. എങ്ങനെയുണ്ട് സാധനം? എങ്ങനെയുണ്ട്?